ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ചധികം നാളായി നമ്മൾ കണ്ടിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, ചെറിയൊരു മടി പിന്നെ സമയക്കുറവ് അതൊക്കെയാണ് കാരണം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി റെസിപ്പി ഫസ്റ്റ് ടൈമാണ് ഞങ്ങളും കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് എൻ്റെ റെസിപ്പി അല്ല, മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ ചിക്കനാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. കുറച്ചധികം തന്നെ ചെറിയുള്ളി വേണം കേട്ടോ, അതിനാണ് ഏറ്റവും വലിയ പാട്. അതൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി നമ്മൾ ചതച്ചെടുത്താണ് കേട്ടോ, ജ്യൂസ് അല്ല, ഒന്ന് ചതച്ചെടുത്താണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. അപ്പം എല്ലാം ഒരു പഴമയുടെ സ്റ്റൈലിലാണ് മൂപ്പരുണ്ടാക്കുക. അപ്പോൾ അതാ എല്ലാം ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ തേങ്ങാപ്പാലാണ് അതിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ തേങ്ങാപ്പാൽ ഇട്ടാൽ നമ്മുടെ മിക്സിയിൽ അടിച്ചെടുത്തതൊന്നും അല്ല, കൈ കൊണ്ടാണ് തേങ്ങാപ്പാൽ പിഴിയുന്നത്. ഇങ്ങനെയാണ് പഴയ ആളുകളൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പം ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഷിബ്നാൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴേ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം, ടേസ്റ്റ് ഒരു രക്ഷയുണ്ടായിരിക്കില്ല. ഞാൻ ആകെ 2 പ്രാവശ്യം ഷിബ്നാൻ്റെ ഉണ്ടാക്കിയ ഡിഷ് കഴിച്ചിട്ടുള്ളൂ. അത് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ റെസിപ്പി ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് എവിടെയോ യൂട്യൂബിലോ എവിടെയോ ഒന്ന് കണ്ട റെസിപ്പിയാണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നുള്ള ഉറപ്പോടെ ഞങ്ങളിതാ തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ തേങ്ങാപ്പാൽ തകൃതിയായിട്ട് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുന്നേ പറയാൻ വിട്ടുപോയി, ചിക്കൻ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ നല്ല കട്ടിയിലല്ല പിഴിഞ്ഞെടുത്തത്, കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസായിട്ടാണ് പിഴിഞ്ഞെടുത്തത്. കാരണം നമ്മൾ ഈ ഡിഷിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ട് നല്ലോണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ തരിക്കാതെയാണ് തേങ്ങാപ്പാൽ ഞങ്ങൾ പിഴിഞ്ഞത്. കാരണം കുറച്ച് തേങ്ങ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഇഷ്ടമുള്ളവർക്ക് തരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചിക്കൻ പൊരിച്ചെടുക്കാം. എല്ലാം മിസ്റ്റർ എന്നെ ചെയ്യണം. ഞാനിതാ വീഡിയോഗ്രാഫറായിട്ട് മാറി നിൽക്കാം കേട്ടോ. അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാ വീടുകളും ഇങ്ങനെ ആയിരിക്കില്ലേ. എൻ്റെ അടുക്കള തപ്പോൾ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം ഒതുക്കി വെക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ ശരിയായിട്ട് മിടുക്കനാണെന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിലും കൂടി ആദ്യമായിട്ട് ഈ ആണ്ടിനും സംക്രാന്തിക്കും കിട്ടുന്ന പോലെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു അവസരമാണ് കേട്ടോ. എനിക്ക് കിച്ചണിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് എപ്പോഴും പ്രതീക്ഷിക്കേണ്ട, എന്തോ ഒരു മൂഡിന് തോന്നി കയറി ചെയ്തതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രീ ആണ്. ഇത് സൺഡേ ഞങ്ങൾ ചെയ്ത റെസിപ്പിയാണ് കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞ് ചിക്കൻ ഫുള്ള് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മുടെ ചെറിയ ഉള്ളി നന്നാക്കി വെച്ചത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് വഴണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വഴണ്ടി വരാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ഉപ്പ് നന്നായിട്ട് ഇളക്കി അത് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് അതിൽ ചേർക്കുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് കുരുമുളകാണ്. പിന്നെ നമ്മൾ നേരത്തെ പച്ചമുളക് ചതച്ച് വെച്ചതുകൊണ്ട് അപ്പം ഓവർ എരിവായി പോകാൻ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു കളറൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് നേരത്തെ ചതച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം.
ഞാൻ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി. ആ ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതെപ്പോഴും കിട്ടുന്ന അവസരമല്ല, എപ്പോഴെങ്കിലും വീണ് കിട്ടുന്നൊരു അവസരമാണ് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ തക്കാളിയിൽ നിന്നും ഉള്ളിയിൽ നിന്നും വന്ന വെള്ളമാണ് കേട്ടോ അത്. അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിക്കനായിട്ട് എല്ലാം ഒരു കൈക്കണക്കാണ്, ഒരു പഴയ രീതിയിലാണ് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മറ്റേ അടുപ്പത്ത് ഗ്യാസിൽ ചോറാണ് ആയിക്കൊണ്ട് വെക്കുന്നത്. അപ്പോൾ അതവിടെ ആയിക്കോളും, അത് ഞാനാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇന്ന് ചിക്കൻ്റെ റെസിപ്പി മാത്രമേ ഷിബിനായിട്ട് ഏറ്റെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കൻ ആ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നമ്മുടെ മസാലയും ചിക്കനും കൂടെ നല്ലോണം ഒന്ന് മിക്സായി വന്നോട്ടെ. പിന്നെ പറയാൻ മറന്നുപോയി, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ആണെങ്കിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ലാസ്റ്റാണ് കുരുമുളക് പൊടി ഇടുന്നത്. നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് എരിവ് നോക്കിയിട്ട് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ചിക്കനായിട്ടിന് ഒരു കൈക്കണക്കാണ്, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതാ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ തിളപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഞാൻ ആദ്യം ഗ്യാരണ്ടി തന്ന പോലെ തന്നെ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കറിവേപ്പില മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സ്യൂട്ടാണ്. നല്ല മാച്ചായിട്ട് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിസ്റ്റർ ഷെഫിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.